കാലത്തിൻ ചക്രമുന്ന പ്രകൃതിയുടെ കരസ്പർശനത്താൽ തിരിഞ്ഞു കാലം മാറി ജഗത്തിൽ ഹരിയുടെ ഭഗവൽ മായയിൽ വീണു ഞാനും നീലക്കാർ വർണ്ണ നീക്കിയിടുക മനമതിലെ കൂരിരുൾ ദീനബന്ധോപാലേ ലീലേ വസിക്കൻ മനസി സുഹൃതസന്താനവല്ലി സുചില്ലി. സർവത്ര ദേവീ നാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ നമ പാർവതീപതയേ ഹര ഹര മഹാദേവ. സുപ്രഭാതം, ശുഭദിനം. എല്ലാ ധന്യാത്മാക്കൾക്കും പുലർകാല വന്ദനം. ശ്രീമദ് ദേവി ഭാഗവത നിത്യപാരായണ പരമ്പരയുടെ ഇന്നത്തെ യജ്ഞവേദിയിലേക്ക് സുസ്വാഗതം. നവമസ്കന്ധത്തിലെ 23-ാമത്തെ അധ്യായം ചന്ദ്രചൂഡവധം ആണ് നമ്മൾ ഇന്നലെ അവലോകനം ചെയ്ത് നിർത്തിയത്. അടുത്ത 24-ാമത്തെ അധ്യായമാണ് നമുക്കിന്ന് തുടരാനായിട്ടുള്ളത്. ഇതിൽ തുളസി പാതിവൃത്യം ശ്രീഹരി ഭഞ്ജനം ചെയ്തു എന്ന് ഇന്നലെ പറഞ്ഞുവല്ലോ. വേഷം മാറി ബ്രാഹ്മണന്റെ വേഷം സ്വീകരിച്ച ആദ്യം ശങ്കചൂഡന്റെ കവചം, സുദർശന കവചം ദാനമായിട്ട് മേടിച്ചു. പിന്നീട് ശങ്കചൂഡന്റെ വേഷം ധരിച്ചു വന്ന് തുളസിയിൽ ഗർഭാധാനം ചെയ്ത് അവളുടെ പാതിവൃത്യത്തിനും ഭഞ്ജനം ചെയ്തു. ഇത് രണ്ടുമായതിനു ശേഷമാണ് ശങ്കചൂഡന്റെ വധം വരമനുസരിച്ച് മഹാദേവന് ചെയ്യാൻ കഴിഞ്ഞത് എന്ന ഭാഗങ്ങളൊക്കെ ഇന്നലെ അവലോകനം ചെയ്തു. തുടർന്നുകൊണ്ട് തുളസി പാതിവൃത്യ ഭഞ്ജനത്തിനെക്കുറിച്ച് ഇവിടെ നാരദൻ ചോദിക്കുകയാണ്. നാരായണശ്ച ഭഗവാൻ വീര്യാധാനം ചകാരഃ തുളസ്യാം കേന രൂപേണ തന്മേ വ്യാഖ്യാതുമർഹസി. ഭഗവാൻ മഹാവിഷ്ണു തുളസിയിൽ വീര്യാധാനം ചെയ്തു എന്ന് അങ്ങ് പറഞ്ഞുവല്ലോ, അത് എങ്ങനെയായിരുന്നു എന്ന് വിശദമായിട്ട് പറഞ്ഞാലും എന്ന് പറയാണ് ആ കഥയെ. അതിനെ പറയാൻ തുടങ്ങി നാരായണ ഋഷി. നാരായണശ്ച ഭഗവാൻ ദേവാനാം സാധനേഷു ശങ്കചൂഡശ്ച കവചം ഗൃഹീത്വാ വിഷ്ണു മായ രൂപം സ്വീകരിച്ച മഹാവിഷ്ണു തന്റെ മായയാൽ ശങ്കചൂഡന്റെ കവചം വാങ്ങി. അവന്റെ രൂപം കൈകൊണ്ട് ശങ്കചൂഡനെ അവന്റെ പത്നിയുടെ പാതിവൃത്യം നശിപ്പിക്കുന്നത് മൂലം വധിക്കാമെന്ന് മനസ്സിലാക്കി തുളസിയുടെ ഗൃഹത്തിലേക്ക് ചെന്നു. അവിടെ ചെന്ന് ദുന്ദുഭീസ്വനം അവിടെ ഉയർന്നു, ജയശബ്ദവും ഉയർന്നു. തുളസി രാജാവിൻ്റെ ആഗമനം വിളിച്ചറിയിച്ചു. ആ ശബ്ദം കേൾക്കുകയും രാജവീതിയിലൂടെ വരുന്ന രഥം ജനാലയിലൂടെ സാദരം നോക്കിക്കാണുകയും ചെയ്തു. പരമാനന്ദം പൂണ്ടു. ബ്രാഹ്മണർക്ക് ധാരാളം ധനം ദാനം ചെയ്ത് മംഗളാശിസ് ചെയ്യിച്ചു. ബന്ദികൾക്കും ഭിക്ഷുക്കൾക്കും ദൂതന്മാർക്കുമൊക്കെ ദാനധർമ്മങ്ങളൊക്കെ ചെയ്തു. ശങ്കചൂഡ വേഷധാരിയായ ഭഗവാൻ നാരായണൻ രഥത്തിൽ നിന്നിറങ്ങി നേരെ തുളസിയുടെ ഭവനത്തിലേക്ക് ചെന്നു. തന്റെ കാന്തനെ, ഭർത്താവിനെ മുമ്പിൽ കണ്ട തുളസി അത്യന്തം സന്തോഷിച്ചു. അദ്ദേഹത്തിന്റെ കാല് കഴുകി നമസ്കരിച്ചു. തുളസി അവനെ രമ്യമായ രത്നാസിംഹാസനത്തിലിരുത്തിയിട്ട് പൂജാദികളൊക്കെ ചെയ്തു. പണ്ട് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. യുദ്ധത്തിന് പുറപ്പെട്ട രാജാവ് പോകുന്ന സമയത്തും പൂജ ചെയ്ത് ആരത്തിയൊക്കെ എടുത്ത് ദീപാരത്തിയൊക്കെ എടുത്തിട്ടാണ് യുദ്ധത്തിനായിട്ട്, പത്നിയാണ് അതൊക്കെ ചെയ്യുന്നത്. അല്ലെങ്കിൽ പത്നിമാരുണ്ടെങ്കിൽ എല്ലാ പത്നിമാരും കൂടി ചെയ്ത് രാജാവിനെ യുദ്ധത്തിലേക്ക് പറഞ്ഞയക്കും. യുദ്ധം കഴിഞ്ഞ് തിരിച്ച് രഥത്തിലേറി വിജയിയായിട്ട് വന്നാലും അതേമാതിരി തന്നെ കാലൊക്കെ കഴുകി പൂജയൊക്കെ ചെയ്ത് ദീപാരത്തിയൊക്കെ ചെയ്ത് ആ രാജാവിനെ സ്വീകരിക്കുന്ന, പത്നിമാർ സ്വീകരിക്കുന്നതായിട്ടുള്ള ഒരു സിസ്റ്റം, അങ്ങനെയുള്ള ഒരു ഇതുണ്ടായിരുന്നു, ആചാരമുണ്ടായിരുന്നു അന്നത്തെ കാലത്ത്. അത് പ്രകാരമെല്ലാം ചെയ്തു. എന്നിട്ട് തുളസി രാജാവിനോട് യുദ്ധവൃത്താന്തമൊക്കെ ചോദിക്കുന്ന ഭാഗങ്ങളാണ് ഇനി പറഞ്ഞു പോകുന്നത്. തുളസി രാജാവിനോട് ചോദിക്കുന്ന ഭാഗങ്ങൾ: പ്രഭോ, അസംഖ്യ വിശ്വങ്ങളെ സംഹരിക്കുന്ന ശംഭുവിനോട് യുദ്ധം ചെയ്ത് അങ്ങയ്ക്ക് എങ്ങനെയാ വിജയമുണ്ടായത്? തുളസിയുടെ വാക്ക് കേട്ട് ചിരിച്ചുകൊണ്ട്
ഇപ്പോൾ ഇതാ ശംഖചൂഡന്റെ വേഷമിട്ട് വന്നിരിക്കുന്ന ലക്ഷ്മീവല്ലഭനായിട്ടുള്ള മഹാവിഷ്ണു അതിന് ഉത്തരം പറയാൻ തുടങ്ങി. ഞങ്ങൾ തമ്മിലുള്ള യുദ്ധം പൂർണ്ണമായി 1 വർഷം നീണ്ടുനിന്നു. സകല ദാനവന്മാരും ആ യുദ്ധത്തിൽ നശിച്ചു. ബ്രഹ്മാവ് അപ്പോൾ ഞങ്ങൾ 2 പേരോടും പ്രീതിയുള്ളവനായി തീർന്നു. ബ്രഹ്മാവ് കൽപ്പിച്ച ജനചരിച്ച് ദേവന്മാർക്ക് രാജ്യം ഞാൻ നൽകുകയും ചെയ്തു. അതോടെ ഞാൻ എൻ്റെ ഭവനത്തിലേക്ക് ഇതാ തിരിച്ചു വരികയാണ്. ശിവൻ ശിവലോകത്തിലേക്കും പോയി എന്നൊക്കെ പറഞ്ഞിട്ട് മഹാവിഷ്ണു സ്വരൂപനായി വന്നിട്ടുള്ള ഈ ശംഖചൂഡ വേഷം ധരിച്ചു വന്നിരിക്കുന്നതായിട്ടുള്ള ശ്രീഹരി നേരെ പോയത് ശംഖചൂഡന്റെ ശയനഗൃഹത്തിലേക്കാണ്. ഭർത്താവിനെ അനുകരിച്ച് തുളസീദേവിയും ആ ശയനഗൃഹത്തിലേക്ക് പോകുകയുണ്ടായി. അവിടെ പോയി ആ ശയനഗൃഹത്തിൽ പോയി തൻ്റെ ഭർത്താവായി ഇപ്പോൾ കാണപ്പെടുന്നതായിട്ടുള്ള ശംഖചൂഡനെ സ്വീകരിച്ചു. പക്ഷേ എന്തോ പന്തികേടുണ്ട് എന്നുള്ളത് അവൾക്ക് ആ ശയനകക്ഷത്തിൽ വെച്ച് തുളസിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. സകലത്തിലും സംശയം തോന്നിയ ആ തുളസി ചോദിക്കുകയാണ്, നീ ആരാണ്? നീ മായാവിയായിട്ട് നിന്റെ മായാബലത്താൽ എന്നെ നീ അനുഭവിച്ചുവല്ലോ. ഇപ്പോഴ് എൻ്റെ സതീത്വം നശിപ്പിച്ച നിന്നെ ഞാൻ ശപിക്കും എന്നൊക്കെ തുളസി പറയാൻ തുടങ്ങി. സ്വന്തം ഭർത്താവല്ല എന്നുള്ളത് ആ സംഭോഗ സമയത്ത് മനസ്സിലായി തുളസി ദേവിക്ക് എന്നാണ് പറയണത്. തൻ്റെ യാഥാർത്ഥ്യവും അത്യന്ത സുന്ദരവുമായ രൂപവും വെളിപ്പെടുത്തി നാരായണൻ തൻ്റെ മുമ്പിൽ നിൽക്കുന്നത് തുളസി കണ്ടു. പിന്നെ ബോധം പെട്ടെന്ന് അവള് തൻ്റെ ഭർത്താവല്ല നാരായണനാണ്, വിഷ്ണുവാണ് വന്നിരിക്കുന്നത് എന്നുള്ളത് കണ്ടപ്പോൾ പെട്ടെന്ന് അവളുടെ ബോധം പോയി എന്നാണ് പറയുന്നത്. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ വീണ്ടും ആ ബോധത്തിൽ നിന്ന് ഉണർന്നു വന്ന തുളസി ചോദിക്കുകയാണ്, കല്ലിന് തുല്യമായി അങ്ങയ്ക്ക് ദയയുടെ കണിക പോലും ഇല്ലല്ലോ. ദയമില്ലാത്ത ശിലാഹൃദയൻ കല്ല് നിഞ്ഞെന്നൊക്കെ പറയില്ലേ, അങ്ങനെയുള്ളവനാണല്ലോ അങ്ങ്. ധർമ്മം നശിപ്പിച്ച വ്യാജമായി അങ്ങ് എൻ്റെ ഭർത്താവിനെ കൊന്നുവല്ലോ. ദയയില്ലാത്ത ആളാണ് അവിടുന്ന്. അതുകൊണ്ട് അങ്ങ് ഭൂമിയിലൊരു ശിലയായിട്ട് ഭവിക്കും. അങ്ങ് സജ്ജനമാണ് എന്ന് പറയുന്നവർ ഭ്രാന്തന്മാരാണ് എന്നതിൽ സംശയമില്ല. അന്യർക്ക് വേണ്ടി നിരപരാധിയായ ഭക്തനെ അങ്ങ് എന്തിനാണ് കൊന്നത് എന്നൊക്കെ പറഞ്ഞു. മഹാവിഷ്ണുവിനെ തുളസി ശപിക്കുകയും ചെയ്തു എന്ന് പറയുക. തന്നെ വഞ്ചിച്ചത് കാരണം കൊണ്ട് ഭൂമിയിൽ ഒരു ശിലയായി ഭവിക്കട്ടെ എന്നാണ് അവിടെ തുളസി ശപിച്ച ശാപം. അന്യർക്ക് വേണ്ടിയിട്ട് നിരപരാധിയായ ഭക്തനെ അങ്ങ് എന്തിനാ കൊന്നത് എന്നൊക്കെ വീണ്ടും ചോദിച്ചു. അപ്പോൾ അവളുടെ ആ ദുഃഖവും ചോദ്യങ്ങളുമൊക്കെ കേട്ട ഭഗവാൻ അവൾക്ക് കൊടുക്കുന്ന മറുപടിയെയാണ് ഇനി നമുക്ക് അവലോകനം ചെയ്യേണ്ടത്. നാളെ മുതൽ നമുക്ക് അത് അവലോകനം ചെയ്തു കൊണ്ടുപോകാം. ഇന്നിവിടെ തന്നെ നിർത്തുന്നു. ശ്രീ മഹാദേവ്യൈ നമഃ. ശ്രീ ഹരയേ നമഃ.